യമനിൽ നിർണായകമായ കൂടിയാലോചനകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുവാൻ ആവശ്യമായ ചർച്ചകളാണ് യമനിൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഇന്ന് നടന്ന സംഭവം യമനിൽ വധശിക്ഷ കാത്തുകിടന്ന നിമിഷപ്രിയയ്ക്ക് ആശ്വസിക്കാവുന്ന ഒരു കാര്യമാണ്. വധശിക്ഷ റദ്ദാക്കിയിട്ടില്ല, പക്ഷേ വധശിക്ഷ നാളെ നടപ്പിലാക്കാനായിരുന്നു തീരുമാനം. നാളെ വധശിക്ഷ നടപ്പിലാക്കില്ല. വധശിക്ഷ നടപ്പിലാക്കുവാനുള്ള പുതിയ തീയതി പിന്നീട് തീരുമാനിക്കും എന്നാണ്. ഇതിനിടെ കൊല്ലപ്പെട്ട ആളുടെ ബന്ധുക്കളുമായി ചർച്ച നടക്കുന്നുണ്ട്. ഒരു മതപണ്ഡിതൻ ഇടപെട്ടാണ്, നേരത്തെ സൂചിപ്പിച്ചയാൾ ഇടപെട്ടാണ് ഇത്തരമൊരു ചർച്ച നടത്തുന്നത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ് ഇത്തരമൊരു ഇടപെടൽ നടത്തിയതും അങ്ങനെ ഒരു മതപണ്ഡിതനെ ചുമതലപ്പെടുത്തിയതും. അദ്ദേഹത്തിന്റെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊല്ലപ്പെട്ടയാളുടെ ബന്ധുക്കളുമായിട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഇന്നലെ ചർച്ചയുണ്ടായിരുന്നു, ഇന്നും ചർച്ചയുണ്ടായിരുന്നു. അടുത്ത ദിവസങ്ങളിലും ചർച്ച തുടരും. കൊല്ലപ്പെട്ട ആളുകളുടെ ബന്ധുക്കളോടാണ് ചർച്ച. ബ്ലഡ് മണി സ്വീകരിച്ച് മാപ്പ് നൽകുവാൻ അവർ തയ്യാറായാൽ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാകും. നിലവിൽ വധശിക്ഷ റദ്ദായിട്ടില്ല. ബ്ലഡ് മണി സ്വീകരിച്ച് അങ്ങനെ മാപ്പ് നൽകാൻ ഇതുവരെ കൊല്ലപ്പെട്ടയാളുടെ ബന്ധുക്കൾ തയ്യാറായിട്ടില്ല എന്നതാണ് ഈ ചർച്ചയ്ക്ക് വിഘാതമായി നിൽക്കുന്നത്. പക്ഷേ അവരെ കൊണ്ട് സമ്മതിപ്പിക്കുവാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ആദ്യമായാണ് ബന്ധുക്കളുമായി നേരിട്ട് ചർച്ച നടത്തുന്നത്. ശ്രീ സുഭാഷ് ചന്ദ്രൻ, ഒട്ടേറെ പ്രയത്നങ്ങൾ താങ്കൾ കൂടി നടത്തിയിട്ടുള്ളതാണ് മുൻപ്, ഇപ്പോഴും അത്തരത്തിലുള്ള പ്രയത്നങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എത്രമാത്രം പ്രതീക്ഷയുണ്ട് ഇവിടെ ബ്ലഡ് മണി സ്വീകരിച്ച് കൊല്ലപ്പെട്ടയാളുകളുടെ ബന്ധുക്കൾ മാപ്പ് നൽകുവാൻ തയ്യാറാകണം? അതിനുള്ള എത്രമാത്രം തടസ്സങ്ങൾ ഇപ്പോഴുണ്ട്? ഇപ്പോഴത്തെ ചർച്ചകളെ എങ്ങനെയാണ് കാണുന്നത്? ഞങ്ങൾ ഇതിനകത്ത് പൂർണ്ണമായും പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഉള്ളത്. കഴിഞ്ഞ 5 വർഷമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു ഹോട്ട്ലൈൻ സംവിധാനം എന്ന രീതിയിൽ ഞങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഉൾപ്പെടെയുള്ള അവരുടെ ടീം ഉൾപ്പെടെ ഞങ്ങൾക്ക് സഹായവുമായി മുന്നോട്ട് വരികയും അതിന്റെ കൂടി ഭാഗമായി, അവരുടെ ഹോട്ട്ലൈനിന്റെ കൂടി ഭാഗമായി കൊണ്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് ഇപ്പോൾ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസം എന്ന രീതിയിൽ, അല്ലെങ്കിൽ താൽക്കാലികമായുള്ള ഒരു വലിയ ആശ്വാസം നിമിഷയ്ക്കും കുടുംബത്തിനും ഉണ്ടാകുന്ന രീതിയിൽ നാളെ അവരുടെ എക്സിക്യൂഷൻ നടക്കുന്ന, അവരുടെ വധശിക്ഷ നടപ്പാക്കുന്നതിൽ നിന്ന് അവരെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് കൂട്ടായ പ്രയത്നത്തിലൂടെ നമുക്ക് സാധിച്ചിരിക്കുകയാണ്. ഇത് ഒരു കൂട്ടായ്മയുടെ വിജയമാണ്. ഇതിനകത്ത് പിന്നെ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള, നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഗ്രാൻഡ് മുഫ്തി ഉൾപ്പെടെയുള്ള ആളുകൾ, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഉൾപ്പെടെയുള്ള ആളുകൾ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ നേതാക്കളും ഇക്കാര്യം പിന്നെ കാണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന് കത്തെഴുതിയിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു കൂട്ടായ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അതേസമയം നമുക്ക് വളരെ പെട്ടെന്ന് സ്ഥാപിച്ചെടുക്കാൻ സാധിച്ച ചില ബന്ധങ്ങളും ഉപയോഗിക്കാൻ സാധിച്ച ചില പിന്നെ ഹോട്ട്ലൈനുകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്കിത് വളരെ സക്സസ്ഫുൾ ആയി ചെയ്യാൻ വേണ്ടി സാധിച്ചിരിക്കുന്നു. പക്ഷേ ഇനിയും തടസ്സങ്ങൾ ഒട്ടേറെ നിൽക്കുകയാണല്ലോ ശ്രീ സുഭാഷ് ചന്ദ്രൻ. അവിടുത്തെ കോടതികളിൽ നിമിഷപ്രിയയുടെ വാദങ്ങൾ അംഗീകരിച്ചിരുന്നില്ല. നിമിഷപ്രിയ ഇയാൾ ഈ ബിസിനസ് പാർട്ട്ണറായ ആൾ നിരന്തരമായി പീഡിപ്പിച്ചിരുന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ തൻ്റെ യാത്രാരേഖകൾ തടഞ്ഞുവെച്ചു, പാസ്പോർട്ട് കൈവശപ്പെടുത്തി തുടങ്ങിയ കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് അയാളെ ബോധം കെടുത്തി ആ രേഖകൾ കൈക്കലാക്കി രക്ഷപ്പെടുക എന്നതായിരുന്നു നിമിഷപ്രിയയുടെ ലക്ഷ്യം. ഇക്കാര്യം കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കോടതി അത് വിശ്വാസത്തിൽ എടുത്തിട്ടില്ലല്ലോ. അത് മാത്രമല്ല, ഒരു നഴ്സിംഗ് അസിസ്റ്റന്റ് കൂടെ ഉണ്ടായിരുന്ന ആളാണ് ഹയാൻ എന്ന വ്യക്തി. അവരാണ് മൃതദേഹം കഷ്ണങ്ങളാക്കി നുറുക്കിയതെന്നും വാട്ടർ ടാങ്കിൽ നിക്ഷേപിച്ചതും എന്നുമുള്ള മൊഴിയും നിമിഷപ്രിയ നൽകിയതാണ്. പക്ഷേ ഇതൊന്നും കണക്കിലെടുക്കുവാൻ യമനിലെ കോടതികൾ തയ്യാറായില്ല. അതുകൊണ്ടാണല്ലോ വധശിക്ഷ ശരിവെക്കുകയും ചെയ്തത് പിന്നീട്. അതുമാത്രമല്ല, യമൻ ഭരണകൂടവും ആ വധശിക്ഷ നിലവിൽ ശരിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇക്കാര്യങ്ങൾ നിലനിൽക്കെ ബന്ധുക്കൾ അവരും വിശ്വസിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണല്ലോ, നിമിഷപ്രിയയാണ് ഈ കൊല നടത്തിയത് എന്നുള്ളത്. അതുപോലെ തന്നെ അവിടെ ഒരു സുസ്ഥിരമായ ഭരണകൂടമില്ല. അതുകൊണ്ട് ആരുമായിട്ട് ചർച്ച നടത്തും ഇന്ത്യ ഗവൺമെൻറ് എന്നുള്ള തടസ്സമുണ്ട്. അപ്പോൾ കാന്തപുരത്തിൻ്റെ ഇടപെടൽ അത് എത്രമാത്രം ഗുണപരമായി ഇപ്പോൾ വന്നിട്ടുണ്ട്? ആക്ഷൻ കൗൺസിലൊക്കെ നേരത്തെ ഇടപെട്ട സമയത്തൊക്കെ ഇവരുമായിട്ട്, ബന്ധുക്കളുമായിട്ട് നേരിട്ട് ചർച്ച നടത്തുവാൻ ഒരു അവസരം കിട്ടിയിരുന്നില്ലല്ലോ. ഇപ്പോൾ കാന്തപുരത്തിൻ്റെ ഇടപെടലിൽ ഇത് എത്രമാത്രം സഹായകരമായിട്ടുണ്ട്? അതുകൊണ്ടാണല്ലോ അവർ ചിലപ്പോൾ ബ്ലഡ് മണി സ്വീകരിച്ച് മാപ്പ് നൽകുവാൻ തയ്യാറായേക്കാം എന്ന രീതിയിൽ വാർത്തകൾ വരുന്നത്. ഞങ്ങൾക്ക് ലഭ്യമായ വിവരങ്ങൾ പ്രകാരം, ഞങ്ങൾക്ക് ലഭിച്ച ഇൻപുട്സ് പ്രകാരം ആദ്യമായാണ് ഇന്നലെ
ഈ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് വരുന്നത്. ആ കുടുംബത്തിൽ നിന്നുള്ള ഒരാൾ, ഏറ്റവും പ്രധാനപ്പെട്ട വളരെ അടുത്ത് നിൽക്കുന്ന ഒരാൾ, കൊല്ലപ്പെട്ട വ്യക്തിയുമായി അടുത്ത് നിൽക്കുന്ന ഒരാൾ ഈ ചർച്ചകളുടെ ഭാഗമാകുന്നത് ഇന്നലെ ആദ്യമായാണ്. ഇതിനു മുമ്പ് 5 വർഷമായി നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും സർക്കാരുകളോടൊക്കെ ഇക്കാര്യങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെയും അതുപോലെ തന്നെ ഇന്ത്യൻ മിഷന്റെയും ഒക്കെ സഹായത്തോടു കൂടി അവിടെ ചർച്ചകൾ നടത്താൻ വേണ്ടി സാധിക്കുകയും ചെയ്തിരുന്നെങ്കിലും ചില വ്യക്തികളിലേക്ക്, ചില ട്രൈബൽ ലീഡേഴ്സിലേക്കോ അല്ലെങ്കിൽ ഇവരുമായി വലിയ അടുപ്പമില്ലാത്ത മറ്റു ചില നേതാക്കളിലേക്കോ മാത്രമാണ് ആ ചർച്ചകൾ എത്തിയിരുന്നത്. പക്ഷേ ശ്രീ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിന്റെ ഭാഗമായി, അദ്ദേഹത്തിന്റെ അവിടെയുള്ള കൗണ്ടർ പാർട്സിന്റെ ഇടപെടലിന്റെ ഭാഗമായി, അവിടെയുള്ള സൂഫി വര്യന്മാരായ ചില നേതാക്കന്മാരുടെ ഇടപെടലിന്റെ ഭാഗമായി കൃത്യമായി ഈ കുടുംബത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുകയും അവരുമായി ചർച്ചകൾ ആരംഭിക്കാൻ വേണ്ടി സാധിക്കുകയും ആ ചർച്ചകൾ നടക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഇന്നിപ്പോൾ ഈ പറയുന്ന വധശിക്ഷ മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടായത്. കൂടുതൽ ചർച്ചകൾ ആവശ്യമാണ്, ആ ചർച്ചകൾക്ക് സമയം ആവശ്യമാണ്, ഈ കുടുംബത്തെ കൺവിൻസ് ചെയ്തെടുക്കാൻ വേണ്ടി കൂടുതൽ സഹായം ആവശ്യമാണ്, സമയം ആവശ്യമാണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് യമനി ഭരണകൂടം ഈ നിലവിലുള്ള വധശിക്ഷ മാറ്റിവെക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഞങ്ങൾ അതിൽ യമനി ഭരണകൂടത്തിനും അവിടുത്തെ നിയമ സംവിധാനത്തിനും യമനിലെ ജനങ്ങൾക്കും നന്ദി പറയാൻ വേണ്ടി ഈ അവസരം ഉപയോഗിക്കുകയാണ്. നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന് വേണ്ടി ഇത്തരം ഒരു തീരുമാനമെടുത്ത തലാലിന്റെ കുടുംബം ഉൾപ്പെടെയുള്ള യമനിലെ എല്ലാ പൗരന്മാരോടും ഞങ്ങൾ ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. ഇനിയുമുള്ള ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾ നടത്താൻ വേണ്ടി സാധിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ പല ഭാഗത്തു നിന്നും, നമ്മുടെ കേരളത്തിലെയും അതുപോലെ തന്നെ ലോകത്തിന്റെയും മറ്റു പല ഭാഗങ്ങളിൽ നിന്നും പല ആളുകളും ഇത്തരം സഹായ വാഗ്ദാനങ്ങളുമായി മുന്നോട്ട് വരുന്നുണ്ട്. അതെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിമിഷപ്രിയയെ ഈ പറയുന്ന വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ശരി, ഇപ്പോൾ ശ്രീ മജീദ് കക്കാട് കൂടി ചേരുന്നു.